തഥാസ്തു. വാ മോളെ. അയ്യോ, പോവാം. സമാധാനായില്ലേ? വാ 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 വാ, പോവാം. മരുമകൾ പ്രസവിക്കും. മൂത്തയാൾ സത്യമേ, ഞാനിവിടെ ഉണ്ട്. ഞങ്ങളെത്തി. മോളുവ. വിഷ്ണു ബ്രോ എവിടെ? അവൻ കാർ എടുക്കാൻ പോയി. ഹോട്ടലിൽ അവനെന്തോ അത്യാവശ്യമുള്ളത് കൊണ്ടാ നിന്നെ വിളിച്ചു വരുത്തിയത്. അല്ല സത്യമേ, ശാരദാമ്മയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞായിരുന്നോ? പിന്നെ അല്ലാതെ, മകളെ പ്രസവത്തിന് കൊണ്ടുവരുന്ന കാര്യം അമ്മയോട് പറയാതിരിക്കാൻ പറ്റുമോ? ആ, ദേ വിഷ്ണു എത്തിയല്ലോ. വിഷ്ണു, ഞങ്ങൾ ഇവിടെ കൊണ്ടാക്കാൻ പോവാ. ആ ഇല്ലമ്മേ, ഹോട്ടലൊരു അത്യാവശ്യം ഉണ്ടല്ലേ, ഞാൻ കൂടി വന്നേനെ. സാരമില്ലടാ, ഞാനും ഉണ്ടല്ലോ. അപ്പോൾ പോയിട്ട് കേട്ടോ. വാ, നടക്കുമോളെ. ആ, ഞാൻ പോയിട്ട് വരാം. പോയിട്ടോ. പോയി ഇയാളുടെ വീട്ടിലേക്ക്. അമ്മ പറഞ്ഞിരുന്നു സത്യാമ്മ ശ്യാമയും കൂട്ടി ഇന്നോ നാളെയോ വരുമെന്ന്. സത്യാമ്മ സമയമൊക്കെ നോക്കിയപ്പോ ഇന്നാ നല്ലതെന്ന് തോന്നിയിട്ടുണ്ടാവും. ഇയാളെ സമയം പഴക്കാതെ വണ്ടി കയറി, ഇന്റർവ്യൂവിനത്ര ലേറ്റ് ആവണ്ട, വേഗം പോവാം. വാ. നിങ്ങളുടെ മരുമകളുടെ കുഞ്ഞ് സുഖമായിരിക്കുന്നു. സീതാദേവിയെപ്പോലെ ഐശ്വര്യമുള്ളൊരു കുഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ ഓടിക്കളിക്കും. എന്താ മോളെ? ഒന്നുമില്ല സത്യാമ്മേ.
അങ്ങനെ ഇയാൾ അമ്മയുടെ അനുഗ്രഹം കൂടി ചുളിയിൽ അടിച്ചെടുത്തല്ലേ? ഇയാളെന്താ ഈ ആലോചിച്ചിരിക്കുന്നത്? ശ്യാമ പ്രസവത്തിന് അയച്ച കാര്യമായിരിക്കും അല്ലേ? എടോ, അതൊക്കെ അതിന്റെ വഴിയെ നടന്നോളൂടോ. ഇയാൾ വെറുതെ ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടാ. ഊണ് റെഡിയാക്കാൻ അവർ എത്ര പേരുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ ശാരദാമ്മേ. പ്രസവത്തിന് കൊണ്ടുവരുന്ന ചടങ്ങല്ലേ, ഒട്ടും കുറയ്ക്കണ്ട. അവരാണോടി? ഒരു കാറ് വരുന്ന ശബ്ദം പോലില്ലേ? ഞാൻ നോക്കിയിട്ട് വരാം. എന്താ മോളെ നിന്റെ മുഖത്തൊരു വാട്ടം? ഇവനെ പിരിയുന്നതിന്റെയാ? ദേ, അവൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നിന്നെ കാണും, പോരെ? ശാരദാമ്മേ, അവര് തന്നെയാ. നീയേ ഇതുകൊണ്ട് അകത്ത് വെച്ചിട്ട് ആരതി ഇങ്ങെടുത്തോണ്ട് വാ. ആ ശരി. ഒരു ചടങ്ങായതുകൊണ്ട്, അല്ലെങ്കിൽ നിന്നെ ഇങ്ങോട്ട് വിടാൻ എനിക്കൊട്ടും മനസ്സിലായിരുന്നു. പ്രസവവും പ്രസവരക്ഷയൊക്കെ അവിടെ തന്നെ മതിയായിരുന്നു. സത്യമേ, സത്യമേ ഇങ്ങെത്തിയോ? ആ, വരുന്ന വഴി അമ്പലത്തിലൊന്ന് കയറി, അതാ അല്പം താമസിച്ചത്. എല്ലാ കാര്യത്തിനും ദൈവത്തിന്റെ ഒരു അനുഗ്രഹം വേണമല്ലോ. ശ്യാമയ്ക്ക് സുഖപ്രസവം നടക്കാൻ വേണ്ടിയായിരുന്നു പ്രാർത്ഥന. അതിന്റെ കൂടെ മറ്റൊരു ഭാഗ്യവും ഉണ്ടായി. ത്രികാലങ്ങളെ അറിയുന്ന ഒരു സിദ്ധൻ എത്തിയിട്ടുണ്ടായിരുന്നു അമ്പലത്തില്. അദ്ദേഹത്തോട് ശ്യാമയുടെ വയറ്റിലെ കുഞ്ഞിനെ കുറിച്ച് അന്വേഷിച്ചു. എന്നിട്ട് അദ്ദേഹം എന്തു പറഞ്ഞു? മരുമകൾക്ക് സുഖപ്രസവം തന്നെ. സീതാദേവിയെ പോലെ ഐശ്വര്യമുള്ള ഒരു കുഞ്ഞ് എന്റെ വീട്ടിൽ ഓടിക്കളിക്കുന്ന സിദ്ധം പറഞ്ഞത്. ദേവി, എന്നാലും ഇതെങ്ങനെ? ശാരദാമ്മേ, ശാരദാമ്മേ, ദേ ദേ ആരതി. എന്താ ശാരദാമ്മ ഒരു പരിഭ്രമം പോലെ? അല്ല സത്യമേ, ദേവി ഇത്രയും അനുഗ്രഹം തന്നല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട്. രണ്ടുപേരും ചേർന്ന് നിൽക്കുക. ശാന്തേ, വാ മക്കളെ. സത്യം വരൂ. വാ. ഇരിക്കെ.
വിഷ്ണുവിനെയും പ്രീതിയൊക്കെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് കരുതിയതാ. പക്ഷെ വിഷ്ണുവിന് അവന്റെ ഹോട്ടലിൽ എന്തൊക്കെയോ ഒഴിവാക്കാൻ പറ്റാത്ത പരിപാടികളുണ്ടെന്ന്. പ്രീതിയുടെ കാര്യമാണെങ്കിൽ അവക്ക് ഒരിടത്തേക്ക് ഇറങ്ങി 3 പേരുടെ മെനക്കേടല്ലേ. അർജുനും കുഞ്ഞും പോരെങ്കിൽ വസുമതിയുടെ കാര്യവും നോക്കണം. വസുമതിക്ക് എങ്ങനെയുണ്ട് സത്യമേ? മാറ്റമൊന്നുമില്ല, ഇപ്പോഴും ഒരേ കിടപ്പ് തന്നെയാ. സഹായത്തിന് ഇതുവരെ ആരെയും കിട്ടിയിട്ടുമില്ല. ആരെയും വിശ്വസിച്ചു കൂടെ നിർത്താൻ പറ്റുന്ന കാലം അല്ലല്ലോ. ശാരദാമ്മ പ്രസവിച്ച മോളാണെന്ന് അറിയാം. പക്ഷേ ഇവളെയൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണേ. അന്ന് സീമന്തത്തിന് വയറുവേദന വന്ന് ഹോസ്പിറ്റലിൽ പോയത് മുതൽ ആകെ മൂടിക്കെട്ടി ഒരേ ഇരിപ്പാ. പ്രസവത്തെക്കുറിച്ചുള്ള പേടിയായിരിക്കും. ഇപ്പോഴാണെങ്കിൽ രോഹിത്തിനെ പിരിയുന്നതിന്റെ സങ്കടം. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഏത് സമയത്തും വിളിക്കാം. ഞങ്ങളെല്ലാം വെളിപ്പുറത്തുണ്ടാവും. ശരി മോളെ, ജ്യൂസൊക്കെ ആവശ്യത്തിന് കുടിച്ചോണം. സമയത്ത് ഭക്ഷണവും കഴിക്കണം. ടാബ്ലറ്റും ടോണിക്കും ഒന്നും മുടക്കരുത്. സമയത്ത് തന്നെ കിടന്ന് ഉറങ്ങിയേക്കണം കേട്ടോ. സത്യാമ്മ ഇത് എത്രാമത്തെ തവണയാ പറഞ്ഞു കൊടുക്കുന്നത്? ഞാനല്ലാതെ പിന്നെ ആരാടെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? കുട്ടികളല്ലേ, ഉപേക്ഷ വിചാരിച്ചു കളയും. അല്ലേ ശാരദാമ്മേ? ആ ഞാൻ ശ്രദ്ധിച്ചോളാം സത്യമേ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ അതെന്തൊരു പോക്കാ സത്യമേ. വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ. ഒരു 5 മിനിറ്റ് ഭക്ഷണം എടുത്തു വെക്കാം. നല്ല ചൂട് പാലപ്പവും കറിയുണ്ട്. ഓ, ഒന്നും വേണ്ട. ആ, പോയിട്ട് കുറച്ച് തിരക്കുണ്ട്, അതാ. എന്നാലും സത്യമേ. ദേ, ഇവിടെ നിറച്ച് കഴിപ്പിച്ചാ മതി. ഇറങ്ങാൻ രോഹിത്. ഒരു മിനിറ്റ് സത്യാമ്മേ, ഞാനൊന്ന് ശ്യാമയോട് സംസാരിച്ചോട്ടെ. ഓ ആയിക്കോട്ടെ. ശ്യാമേ വന്നേ. ശ്യാമയുടെ വയറ്റിൽ അവന്റെ കുഞ്ഞു വളരുന്നു എന്നറിഞ്ഞപ്പോ മുതൽ അവൻ അവളോടുള്ള സ്നേഹം ഇരട്ടിച്ചു എന്ന് തോന്നുന്നു. ഇതാ കുങ്കുമപ്പൂവാ. ആ വാങ്ങ. രോഹിത്, എന്താടോ? ഇനിയെങ്കിലും രോഹിത്തിനോട് എനിക്കത് പറയണം. പറയാതിരുന്ന എന്റെ ചങ്ക് പൊട്ടിപ്പോവും. രോഹിത്, മതിയിടോ. ഇയാൾ എന്നോടൊന്നും പറയണ്ട. എനിക്കെന്താ ഒന്നും മനസ്സിലാവില്ലെന്നാണോ ഇയാൾ കരുതിയേക്കുന്നേ? എടോ, ഇയാളുടെ കൂടെ ഒരുമിച്ച് കഴിയുന്ന ആളാ ഞാൻ. എന്റെ അടുത്തൊന്നും ഒന്നും മറയ്ക്കാൻ ഇയാളെ കൊണ്ട് കഴിയില്ല. സീമന്തത്തിനിടെ വയറുവേദന ഉണ്ടായി ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ഇയാളുടെ പരവേശവും ആധിയും വെപ്രാളവും ഒക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒറ്റയ്ക്ക് മാറിയുള്ള ഇരിപ്പും. പേടിച്ചു പോയല്ലേ? അബോഷനായി പോകുന്നുള്ള പേടിയാണോ? എനിക്കറിയാടോ ഇയാൾ ആ കുഞ്ഞിനെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. നമ്മുടെ പ്രണയമല്ലേ ഈ വയറ്റിലൊരു കുഞ്ഞ് ആത്മാവായി തുടിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോഴാ ഇയാൾക്ക് ഈ കുഞ്ഞിനെ ഓരോരുത്തരും എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ബോധ്യം വന്നതല്ലേ. ആ മുഖം ഒന്ന് കാണാതെ, ആ സ്വരം ഒന്ന് കേൾക്കാതെ അതുവരെ എല്ലാവരും കുട്ടികളിയായിരുന്നു തനിക്കല്ലേ. പിന്നെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ആധിയും പരവേശവുമായി. അതിനോടൊപ്പം
ഇയാള് കല്യാണം കഴിഞ്ഞ് ആദ്യ സമയത്ത് എല്ലാവരോടും കാണിച്ചുകൊണ്ടിരുന്ന ശത്രുതയെക്കുറിച്ചുള്ള പശ്ചാത്താപവും വിഷമവും കൂടിക്കൊഴിഞ്ഞ് കിടക്കുക മനസ്സില്, അല്ലേടോ? ഏയ്, സാരമില്ലടോ, പോട്ടെ. നമ്മുടെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. നല്ല ആരോഗ്യവതിയായി മിടുക്കിയായി പിറക്കോള്. എടോ, ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷ ദിവസങ്ങളിൽ ഒന്നാ ഇന്ന്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഇയാളുടെ വയറ്റിലുള്ളത് പെൺകുഞ്ഞാണെന്ന് സിദ്ധം പറഞ്ഞില്ലേ, അത് കേട്ടിട്ട്. എടോ, ഇയാൾക്കറിയാലോ, ഇയാൾ എന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിച്ചിരുന്നത് എന്റെ അമ്മയാ. ആ അമ്മയ്ക്ക് എളുപ്പമൊന്നും എന്നെ വിട്ട് പോവാൻ പറ്റില്ലടോ. ആ അമ്മയാ തന്റെ വയറ്റിലിപ്പോ ഒരു ജീവനായി തുടിക്കുന്നെന്ന് എനിക്ക് ഉറപ്പാ. എന്റെ ജീവൻ വേണേ പൊക്കോട്ടെ. എന്റെ ഞാനൊന്ന് പറയട്ടെ. എനിക്ക് അബോർഷൻ വേണ്ട, പ്ലീസ് ഡോക്ടർ. മോള് കുഞ്ഞിന് വേണ്ടി മരിക്കാൻ തയ്യാറായാലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനാവില്ല. അത് സംഭവിച്ചു കഴിഞ്ഞു. എന്താടോ, വിശ്വാസം വരുന്നില്ലേ? ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ? നമ്മുടെ ആഗ്രഹം ദൈവം സാധിച്ചു തരും. ഒന്നുമില്ലെങ്കിലും അമ്മയുടെ ഓർമ്മയ്ക്കൊരു പെൺകുഞ്ഞിനെ വേണമെന്ന് എന്റെ പ്രാർത്ഥനയായിരുന്നു. നമുക്കവളെ പത്മിനി എന്ന് പേരിട്ട് വളർത്താം, പപ്പി എന്ന് വിളിക്കാം. അവൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ ഇയാള് ചെയ്യേണ്ടത് മനസ്സിൽ നീ സങ്കടവും വിഷമവും എല്ലാം അങ്ങ് മായ്ച്ചു കളയുക. മറ്റെല്ലാം അങ്ങ് മറന്നേക്ക്. സത്യാമ്മ പറഞ്ഞതുപോലെ മരുന്നും ആഹാരവും എല്ലാം കൃത്യസമയത്ത്. വേറെന്തെങ്കിലും പറയാനുണ്ടോ തനിക്ക്? ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശാരദാമ്മേ, ശ്യാമയ്ക്ക് ഗർഭരക്ഷയ്ക്കുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ കൊടുത്തയക്കുന്നുണ്ട്. അയ്യോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല സത്യാമേ. ആവശ്യമുണ്ട്. ആ, നിന്റെ യാത്ര പറച്ചിലൊക്കെ കഴിഞ്ഞോടെ? അവളെവിടെ ശ്യാമ? റൂമിൽ തന്നെ ഇരിക്കുക, കുറച്ച് സങ്കടത്തിലാ. അതുണ്ടാവും. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യമായിട്ട് പിരിഞ്ഞു നിൽക്കുകയല്ലേ? നിനക്കിടയ്ക്ക് ഇവിടെ വന്ന് താമസിക്കാം, അല്ലേ ശാരദാമ്മേ? അതെ അതെ. ഗർഭിണികൾക്ക് മറ്റാരേക്കാളും വേണ്ടത് ഭർത്താവിന്റെ സാമീപ്യവും പരിചരണവും. ഇതൊക്കെ ഒരു ചടങ്ങെന്നേ ഉള്ളൂ. എന്നാ നമുക്ക് ഇറങ്ങിയാലോ? ശാരദാമ്മേ, ശരി. ശാരദാമ്മേ, എന്റെ മോളെ നോക്കിക്കോണേ. ഞങ്ങളങ്ങോട്ട്